ശ്രീ ജോൺസൺ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ, നിങ്ങളെയൊക്കെ ഇന്ന് കോടതി പലതവണ അഭിനന്ദിച്ചു. ഈ കേസിൽ വളരെ വേഗം അന്വേഷണവും അതിൻ്റെ നടപടികളും വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതിൽ. ശ്രീ കെ ജെ ജോൺസൺ, താങ്കൾ രാവിലെ മുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി, നിങ്ങളെ ഇപ്പോൾ 2022 ഒക്ടോബർ 29 അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. ഒക്ടോബർ 30 തന്നെ ഇത് കൊലപാതകമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയാണ്. ഈ കഷായത്തിൽ കീടനാശിനി കലർത്തി എന്നുള്ള കുറ്റസമ്മതം പ്രതി നടത്തുന്നതിലേക്ക് എത്തുന്നു. ഒക്ടോബർ 31 തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. പക്ഷേ ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ഇതിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കേസ് തെളിയിച്ചിരിക്കുന്നത്. അത് ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെ ഗ്രീഷ്മയിലേക്ക് ചെന്നെത്തി? ഇത് പാറശാല പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായ കേസാണ്. അതിനെ തുടർന്നാണ് അവിടെ നിന്നും ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറുന്നത്. അങ്ങനെ 29-ാം തീയതി കേസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DSP ആയ എന്നെ അന്വേഷണം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങുകയും അതിൻ പ്രകാരം ഞാൻ ഇതിൻ്റെ കേസ് ഫയൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ കേസ് ഫയൽ പരിശോധിച്ചപ്പോൾ അന്ന് പാറശാല പോലീസ് സ്റ്റേഷനിലെ SHO ഗ്രീഷ്മയെ കണ്ട് ചോദിച്ച് മൊഴിയെടുത്തതിൽ, വീട്ടിൽ പോയി കണ്ട് ചോദിച്ച് മൊഴിയെടുത്തതിൽ പറഞ്ഞ ചില കാര്യങ്ങളും, അവരുടെ ബന്ധുക്കളെ കണ്ട് ചോദിച്ച് ചില കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റ് ഈ മരണപ്പെട്ട ഷാരോണിൻ്റെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച മൊഴികളും മറ്റും ഒരു ആ ചെറിയ കാലയളവിന്, ചെറിയ സമയപരിധിക്കുള്ളിൽ ഒന്ന് വിശകലനം ചെയ്തതിൽ വെച്ച് ചില പൊരുത്തക്കേടുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗ്രീഷ്മയും അമ്മാവൻ, അമ്മ, ഒരു ബന്ധുവായ പെൺകുട്ടി, അതുപോലെ മറ്റ് ചില ആളുകളെയൊക്കെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിച്ചു വരുത്തിയത്. ആ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ സമയത്ത് തന്നെ ഗ്രീഷ്മയുടെ ഓഡിയോ ലഭ്യമായ ഷാരോണുമായിട്ടുള്ള ഫോൺ കോളുകൾ, മറ്റ് ചാറ്റുകൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ കണ്ട ഒരു ദൃശ്യം, അതായത് ഈ ജ്യൂസ് കുടിക്കുന്നതിന് വേണ്ടി ഒരു ചലഞ്ച് നടത്തിയതിൽ ഈ ജ്യൂസിൻ്റെ നിറവ്യത്യാസം അതും മറ്റും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മ പറയുന്നത് ഈ പറയുന്ന കഷായം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനു മുൻപ് ഈ പാരസെറ്റമോളിന്റെ കാര്യമൊക്കെ ഈ ചോദ്യം ചെയ്യലാണോ ശ്രീ കെ ജെ ജോൺസൺ തെളിഞ്ഞത്? ഈ 50 പാരസെറ്റമോളുകൾ കലർത്തി ജ്യൂസ് നൽകി എന്നുള്ള കാര്യങ്ങൾ സംശയം ഒന്നും ഇടകൊടുക്കാതെ തന്നെ ഗ്രീഷ്മ അത് പറയുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള മറ്റൊരു ബദൽ സംവിധാനം ഞങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു. അത് ആ രീതിയിൽ വെരിഫൈ ചെയ്തുകൊണ്ടേയിരുന്നു. വളരെ സെൻസേഷണലായിട്ടുള്ളൊരു കേസായതുകൊണ്ട് തന്നെ ആദ്യപടിയിൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും നമ്മൾ ക്രോസ് വെരിഫിക്കേഷന് വിധേയമാക്കിക്കൊണ്ടിരുന്നു. അതിൽ വെച്ചാണ് ആദ്യപടി എന്ന നിലയ്ക്ക് ഈ പറയുന്ന ഗ്രീഷ്മ അത്തരമൊരു ആയുർവേദ ചികിത്സ തേടിയിട്ടില്ല എന്നും ഒരു ഡോക്ടറും ഇവർക്ക് ഇത്തരമൊരു മരുന്ന് കുറിച്ച് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ഗ്രീഷ്മ എന്തോ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി മറ്റ് പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത തേടി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. ഓഗസ്റ്റ് 22 ജ്യൂസ് ചലഞ്ച് നടത്തിയത്. അതിന്റെ വീഡിയോ ഷാരോൺ തന്നെ ചിത്രീകരിച്ചിരുന്നു, ഷാരോന്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുകയായിരുന്നു. 50 പാരസെറ്റമോളുകൾ കലർത്തി നൽകുകയാണ്. അതിൽ രുചി വ്യത്യാസം തോന്നിയതിനാൽ അപ്പോൾ തന്നെ അത് കളയുകയായിരുന്നു. അത് മുഴുവനായി കുടിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം ആണ് ഈ കഷായത്തിലേക്ക് എത്തുന്നത്. കഷായം കൊടുക്കുന്ന കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചുള്ള രണ്ടാമത്തെ നടപടിയിലേക്ക് പോകുന്നത്. ഞാൻ ശ്രീ കെ ജെ ജോൺസണിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.